ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് സുൽത്താൻ ബത്തേരി ദൊട്ടപ്പംകുളത്താണ്. അവിടെ ടൊവിനോ തോമസിൻ്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവാണ്. സുരാജ് വെഞ്ഞാറമൂടെല്ലാം ഉണ്ട്. അപ്പം ഒരു പോലീസ് സ്റ്റേഷനിലെ സിനിമയാണ്. സിനിമേൻ്റെ പേര് എന്താണവരോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മൾ ദൊട്ടപ്പംകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരിയാണുള്ളത്. ഇതാണ് സുൽത്താൻ ബത്തേരി ദൊട്ടപ്പംകുളം റോഡ് ടൗണ് ഭാഗം. അപ്പോൾ ദൊട്ടപ്പംകുളം എത്തിക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോവാണ്ട് ആ കാട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ കാട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. കാട് എന്ന് പറയുന്നത് ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരിക. അത് വയനാട്ടിലുള്ളവർക്കറിയാം. അവിടെ സെറ്റെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ കുടിലുകളെല്ലാം കെട്ടി വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. സെറ്റിലാണെങ്കിൽ സെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനൊന്നും സമ്മതിക്കില്ല. സെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്തി. ദൊട്ടപ്പംകുളത്ത് ഇതാണ് ദൊട്ടപ്പംകുളം. അമ്പലവയലിലേക്ക് മാറിപ്പോണത്. ഈ ഹോട്ടലിലാണ് അവർ കുറച്ച് ആളുകൾ താമസിക്കുന്നത് കേട്ടോ. അതവിടെ ഒരു സിനിമ കാരവാൻ ഉണ്ട് അവിടെ. അപ്പം നമ്മളവിടെ പോയി അവിടെ പോയ സമയത്ത് ഇതാണ് സ്ഥലം. പക്ഷെ അവരവിടുന്ന് ഷൂട്ട് ചെയ്യാനും പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഇത് നമ്മളറിയാതെ ഒന്നിങ്ങനെ എടുത്തതാണ്. ബാക്ക് ഭാഗത്ത് നിന്നിട്ട് കുറേ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആൾക്കാരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എല്ലാതെങ്കിലും ചെയ്യേണ്ടത് പിടിക്കാനൊക്കെ ആക്കാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ദൊട്ടപ്പംകുളത്ത് എത്തി. അവിടെ ഐക്യ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. നല്ല നല്ല ചെടികളും വിവിധതരം വെറൈറ്റി. നമ്മൾ ഇന്നാളൊന്ന് ചെയ്തിരുന്നു അമ്പലവയലിൽ നിന്ന്. അപ്പോൾ വയനാട്ടിലേക്ക് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ചെടി ഏറ്റവും നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് അമ്പലവയൽ, അതുപോലെ തന്നെ ദൊട്ടപ്പംകുളം. ഇവിടെയൊക്കെ നല്ല നല്ല വെറൈറ്റി ചെടികൾ കിട്ടും. പുതിയ വീടുകളെല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റാക്കി കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ചപ്പോൾ. അപ്പം ഇതാണ് 40 രൂപയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ ഈ ചെടികൾക്ക് അവിടെ എഴുതി വെച്ചത്. പിന്നെ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറയും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇവിടുന്ന് അധികം ആളുകൾ മേടിച്ചിട്ട് പോണത് സപ്പോട്ടൻ്റെ ചെടി, ഔക്കാദിന് ചെടികളെല്ലാം ഉണ്ട്. നല്ല കൊടകിൻ്റെ ഔക്കാദ്, അതിന് വിലയുണ്ട് കേട്ടോ. അതിന് 160 രൂപയ്ക്ക് തോന്നുന്നു. അതൊക്കെയാണ് അധികം ആളുകളും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. വിവിധതരം റോസുകൾ, വിവിധതരം പുൽപോലത്തെ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ കണ്ട ഐക്യ പ്ലാന്റേഷൻ്റെ ചെടികളെല്ലാം. പിന്നെ അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് സിനിമാക്കാരെ അവിടെ നിന്ന് കാണാൻ വിടില്ല, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ വന്നു. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ പോന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.